सबको मेरा प्रणाम। आज हम समास के बारे में पढ़ाएंगे। समास का अर्थ है संक्षेप। परस्पर संबंध रखने वाले दो या दो से अधिक शब्दों का मिलाकर एक नया शब्द बनाने की प्रक्रिया को समास कहते हैं। इस प्रकार मिले हुए शब्दों को समस्त पद कहते हैं। समास का अर्थ संक्षेप, संक्षेप का अर्थ ब्रीफ, समास का ब्रीफ आंसर। परस्पर संबंध रखने वाला, परस्परम संबंध വെക്കുന്ന दो या दो से രണ്ടോ അധികമോ ശബ്ദ വേർഡുകൾ മിലാക്കർ കൂടി യോജിക്കുമ്പോൾ നയാ ശബ്ദ ബനാനെ വാല, അതായത് പുതിയൊരു ശബ്ദം ഉണ്ടാകുന്ന, പുതിയൊരു വേർഡ് ഉണ്ടാകുന്ന പ്രക്രിയ മീൻസ് പ്രോസസ്സ്. ആ പ്രോസസ്സിനെയാണ് സമാസ് എന്ന് പറയുന്നത്. ഇസ് പ്രകാർ മിലേ ഹുയേ ശബ്ദ, ഇപ്രകാരം രണ്ട് ശബ്ദങ്ങൾ കൂടി യോജിച്ച് പുതിയൊരു ശബ്ദം ഉണ്ടാകുന്ന വേർഡിനെയാണ് സമസ്ത പദ എന്ന് പറയുന്നത്. समास का अर्थ संक्षेप है. समास का उदाहरण विद्या के लिए आलय, विद्यालय. ഇത് സമസ്ത പദമാണ്. വിദ്യ ഒരു വേർഡ്, ദെൻ ആലയ് വേറൊരു വേർഡ്. അപ്പോൾ ആ വിദ്യ എന്നും ആലയ് എന്ന വേർഡുകൾ തമ്മിൽ ആഡ് ആകുമ്പോൾ, യോജിക്കുമ്പോൾ വിദ്യാലയ് എന്ന വേർഡ് കിട്ടുന്നു. അപ്പോൾ അതൊരു സമസ്ത പദമാണ്. മാത ഓർ പിത, മാത എന്നൊരു വേർഡും പിത എന്നൊരു വേർഡും കൂടി യോജിക്കുമ്പോൾ മാതാപിത എന്ന വേർഡ് കിട്ടുന്നു. അതൊരു സമസ്ത പദമാണ്. നീലാഹേ ഖണ്ഡ്, ജിസ്കാ അർത്ഥ ഹേ ശിവ്. നീല കളറുള്ള ഖണ്ഡ്, നീലാഹേ ഖണ്ഡ്, അത് ശിവനെയാണ് അർത്ഥമാക്കുന്നത്. അത് നീലകണ്ഠ് എന്ന വേർഡ് കിട്ടുന്നു. നീലാഹേ ഖണ്ഡും ഇത് കൂടി ചേരുമ്പോൾ സമയത്ത് നീലകണ്ഠ് എന്ന വാക്ക് കിട്ടുന്നു. അതൊരു സമസ്ത പദമാണ്. അങ്ങനെ രണ്ട് അക്ഷരങ്ങൾ, അതുപോലെ വിദ്യ കേലി ആലയ്, രണ്ട് അക്ഷരങ്ങൾ ചേർന്ന് കിട്ടുന്നതാണ് വിദ്യാലയ. അതൊരു സമസ്ത പദമാണ്. സമസ്ത പദക്കോ ദോ പദ ഹോത്തെ ഹെ. സമസ്ത പദം രണ്ട് തരത്തിലുണ്ട്. पूर्व पद और उत्तर पद. विद्यालय में विद्या पूर्व पद और आलय उत्तर पद है. വിദ്യാലയത്തിലെ വിദ്യ എന്ന് പറയുന്നത് പൂർവപദവും और ആലയ് എന്ന് പറയുന്നത് ഉത്തരപദവുമാണ്. സമസ്ത പദ കോ തോടുക്കർ ലിഖാ ജാന സമാസ് വിഗ്രഹ് കഹലാത്തെ ഹെ. സമസ്ത പദ എന്ന് പറയുമ്പോൾ ഈ രണ്ട് അക്ഷരങ്ങൾ കൂടി യോജിച്ച് കിട്ടുന്ന വേർഡാണ് സമസ്ത പദ. അത് എഴുതുമ്പോൾ സമയത്ത് അതിനെയാണ് സമാസ് വിഗ്രഹ എന്ന വിഗ്രഹ കഹലാത്തെ ഹെ. സമാസിനെ വിഗ്രഹിക്കുന്നതാണ് ഈ സമസ്ത പദ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെയാണ് രണ്ടക്ഷരങ്ങൾ കൂടി യോജിക്കും. ആ രണ്ടക്ഷരങ്ങളിലെ ആദ്യ പദം എന്ന് പറയുന്നത് പൂർവപദവും രണ്ടാമത്തെ പദം എന്ന് പറയുന്നത് ഉത്തരപദവുമാണ്. സമാസ് കെ ചഹ് ഭേദ് ഹോത്താ ഹെ. സമാസം ചഹ് ഭേദ് 6 തരത്തിലാണുള്ളത്. 1 അവ്യയീഭാവ സമാസ്, 2 തത്പുരുഷ സമാസ്, 3 കർമ്മധാരയ സമാസ്, 4 ദ്വിഗു സമാസ്, 5 ദ്വന്ദ്വ സമാസ്, 6 ബഹുവിഗ്രഹ സമാസ്. അങ്ങനെ സമാസത്തെ 6ആയിട്ട് തിരിച്ചിരിക്കുന്നു. ബാക്കി അടുത്ത ക്ലാസ്സിലെടുക്കാം. താങ്ക് യു.